വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കോട്ടൺ കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. അതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലൂ കളറിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ്. യോക്ക് പോർഷനിൽ വേറൊരു പീസാണ്. പിന്നെ അതിലിങ്ങനെ ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ. ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്, പിന്നെ സ്വീക്വൻസും ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ മേളിൽ കുറച്ച് ഭാഗത്ത് സ്വീക്വൻസും ത്രെഡ് വർക്കും ഉണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും സെയിം വരുന്നുണ്ട്. ഗോട്ടാപ്പട്ടി ലേസ് പിന്നെ പടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ത്രെഡ്സ് ഉണ്ട്. മെറൂൺ ഷെയ്ഡിലുള്ള ത്രെഡാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. സൂപ്പർ കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാട്ടോ. അപ്പോൾ ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ ഇവിടെ ഡ്രോ സ്ട്രിങ് ഉണ്ട്. നമുക്ക് പുൾ ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ഞാൻ എല്ലാ സൈഡിലും സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 feet ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ. കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 788 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആട്ടോ. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ കുർത്ത സെറ്റാണ്. ഇതിലാണെങ്കിൽ മൊത്തം ഇങ്ങനെ പ്രിൻ്റാണ്. പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഗോട്ടാപ്പട്ടി ലേസും ഉണ്ട്. അതുപോലെ തന്നെ യോക്ക് പോർഷനിലും സെയിം പടിയുണ്ട്. പിന്നെ ഗോട്ടാപ്പട്ടി ലേസും ഉണ്ട്. കുറച്ച് സ്വീക്വൻസും ത്രെഡും പോയിട്ടുണ്ട് ഗ്രീൻ കളറിൽ. പിന്നെ കുർത്ത സെറ്റിൻ്റെ ഫ്രണ്ടിൽ മാത്രം ചില ഭാഗത്ത് ത്രെഡ് വർക്കും സ്വീക്വൻസും ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ ഇത്. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ഇങ്ങനെയാണ് ബാക്ക്. ഇപ്പോൾ വേറെ പ്രിൻറ്റിലാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ ഫ്രണ്ടിൽ ഡ്രോ സ്ട്രിങ് ഉണ്ട്. നമുക്ക് പുൾ ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. സ്ട്രെയിറ്റ് പാൻസ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ആൻഡ് ഇതാണ് ദുപ്പട്ട. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഞാൻ മേടിച്ചത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 736 റുപ്പീസിനാട്ടോ. പിന്നെ ഇതിൻ്റെ വേറെ 3 കളർ ചേഞ്ചസും അവൈലബിൾ ആണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അടുത്തത് ഈ കോറൽ ഷെയ്ഡിലുള്ള കുർത്ത സെറ്റാണ്. 3/4 സ്ലീവാണ്. അപ്പോൾ യോക്ക് പോർഷനിലാണെങ്കിൽ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ബട്ടൺസ് ആട്ടോ. പിന്നെ ഗോട്ടാപ്പട്ടി ലേസും ഉണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. തൊട്ട് സ്ലിറ്റ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട്. വേറെ പ്രിൻറ്റിലാണ് പാൻസ്. സെയിം കളറ് പക്ഷെ പ്രിൻറ്റ് വേറെ കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. അപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ് പാൻസ് വരുന്നത്. പിന്നെ ഇതാണ് ദുപ്പട്ട. ഇതും കോട്ടൺ മെറ്റീരിയലാട്ടോ. ഉണ്ട് വീതി. അപ്പോൾ ഇതും ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഇതിൻ്റെ വേറെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട്. ഗ്രീൻ കളറ്. എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത 494 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്തയാണ്. വൈറ്റ് കളറിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ്. പിന്നെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. ഈ ഒരു മെറ്റീരിയൽ ഓൾറെഡി വേറെ ഒരു ഡിസൈനും കൂടി ഉണ്ട്. വൈറ്റ് ഷെയ്ഡിൽ തന്നെ. വീനെക്കാണ്. ഇവിടെ ആണെങ്കിൽ 2 പടി വരുന്നുണ്ട്. പിന്നെ ഗോട്ടാപ്പട്ടി ലേസും ഉണ്ട്. പിന്നെ വൈറ്റ് ലേസും ഉണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും ഉണ്ട്. 2 പടിയുണ്ട്. ഗോട്ടാപ്പട്ടി ലേസും ഉണ്ട്. ഇവിടെ വേറെ ലേസാട്ടോ വരുന്നത്. 3/4 സ്ലീവാണ്. കോട്ടൺ മെറ്റീരിയലാട്ടോ. നല്ല കംഫർട്ടബിളാണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇവിടെ തൊട്ട് സ്ലിറ്റ്. ഇതാണ് പാൻസ്. പാൻസ് മൊത്തം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ്റിലാട്ടോ. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയാണെങ്കിൽ കുറച്ചൊരു റഫായിട്ടുള്ള മെറ്റീരിയലാട്ടോ.
അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ വേറെ 3 കളർ ചേഞ്ചസും കൂടി അവൈലബിൾ ആട്ടോ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 569 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള കുർത്ത സെറ്റാട്ടോ. പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം നേരിട്ട് കുറച്ചുകൂടി ബ്രൈറ്റ് ഷെയ്ഡാട്ടോ, പിക്ചറിൽ കുറച്ചുകൂടി ഒരു ഡിം ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് ഞാൻ മുന്നേ പർച്ചേസ് ചെയ്താട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ക്ലോത്തൊക്കെ ആയിരുന്നേ. ഇവിടെ ആണെങ്കിൽ വൈറ്റ് ബീഡ്സ് കൊണ്ടുള്ള വർക്ക് ഉണ്ട്, പിന്നെ ഗോൾഡൻ ത്രെഡ് കൊണ്ടുള്ള വർക്കും ഉണ്ട് കേട്ടോ. 3/4 സ്ലീവ് ആണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ്, സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ ആട്ടോ മൊത്തം. ഇതാണ് പാൻസ് വേറെ പ്രിൻറ്റിലാട്ടോ, ബാക്കിലാണ് എലാസ്റ്റിക്. പടിയിൽ ഇങ്ങനെ ഒരു പടി വെച്ചിട്ടുണ്ട്, പിന്നെ അതിൽ വൈറ്റ് ലേസും ഉണ്ട്, പിന്നെ ചുരുക്കം ഉണ്ട് കേട്ടോ. ഇതാണ് ദുപ്പട്ട വേറെ പ്രിൻറ്റിലാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ, വെയർ ചെയ്യാൻ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ വേറെ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 684 റുപ്പീസിനാട്ടോ. പിക്ചറിൽ കുറച്ചൊരു ഡിം ആയിട്ടുള്ള ഷെയ്ഡായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ നേരിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അടുത്തത് ഈ ഒരു ബ്ലൂ കളർ കുർത്ത സെറ്റാണ്. നെക്കിലും പിന്നെ സ്ലീവിൻ്റെ അറ്റത്തും പടി വെച്ചിട്ടുണ്ട്. 3/4 സ്ലീവാണ്, നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇങ്ങനെയാണ് ബാക്ക്. സ്ട്രെയിറ്റ് കുർത്തയാണ്, ഇവിടം തൊട്ടാട്ടോ സ്ലിറ്റ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പം, ഈ ഒരു കുർത്ത സെറ്റ് വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രിൻറ്റിലാണ് പാൻസ്, ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്, നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇതാണ് ദുപ്പട്ടയും കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ഞാനത് മേടിച്ചത് 653 റുപ്പീസിനാണ്. സോ ഇതാണ് നമ്മുടെ ചെറിയ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കോട്ടൺ ട്യൂണിക്കിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.